യാത്ര നടത്തുന്ന മുഖ്യൻ, അതായത് പിന്നെ മൂത്രക്കുപ്പി മുഖ്യമന്ത്രി, ഈ മൂത്രക്കുപ്പി മുഖ്യമന്ത്രിയും അതിന്റെ കൂടെ വന്നിട്ടുള്ള സഞ്ചരിക്കുന്ന മന്ത്രിമാരും വാസ്തവത്തിൽ അവർക്കൊക്കെ എന്ത് ഐഡന്റിറ്റിയാണ് അവർക്കെല്ലാം ഉള്ളത്? ഈ കേരളത്തിലെ പിന്നെ മറ്റ് മന്ത്രിമാരെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യും, ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അവന് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടോ? ഈ സ്വന്തം ഐഡന്റിറ്റി പോലും ഇങ്ങനെ കാസ്റ്ററേറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യന്മാര് ആളുകളുടെ മുമ്പിൽ ഞെളിന്ന് ഞാൻ മന്ത്രിയാണെന്ന് പറയാൻ വാസ്തവത്തിൽ അവനവനോട് തോന്നുന്ന പുച്ഛം, ആത്മനിന്ദ, ഇതെങ്കിലും ഒന്ന് അനുഭവിക്കണ്ടേ? ഇതൊന്നും അനുഭവിക്കാതെ നോക്കൂ. നിങ്ങളിപ്പോ ഇതിന്റെ ഒരു വിചിത്രമായ സംഭവം ഒന്ന് ആലോചിക്കട്ടെ. ഈ പിന്നെ സെൻട്രൽ ഗവൺമെന്റിനെതിരായി ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേന്ദ്രം നമുക്ക് തരുന്നില്ല, പണം തരുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേരം പണ്ട് കാലത്ത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവാദത്തിന്റെ മൂർച്ച ഇനി നിങ്ങൾക്ക് അസാധ്യമാണ്, കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളെത്ര നിഷേധിച്ചാൽ പോലും ഫെഡറൽ സംവിധാനത്തെയൊന്നും ഒരു സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെ സമ്പൂർണ്ണമായി പഴയ കാലത്തുള്ളതുപോലെ പിടിച്ച് പിന്നെ ടൈറ്റൻ ചെയ്യുക സാധ്യമല്ല. അങ്ങനെ സാധ്യമല്ലാതായി തീരുമ്പോൾ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രാഷ്ട്രീയമായ കാരണങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്ന് കേരളം നടത്തിയിട്ടുള്ള എന്താ പറയുക പിന്നെ നിരുത്തരവാദപരമായ ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമാണത്. ഈ നിരുത്തരവാദപരമായ ധനകാര്യ മാനേജ്മെന്റ് രൂപം കൊണ്ടാനുണ്ടായ കാരണത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആങ്കറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അത് ഈ കിഫ്ബിയാണ്. ഈ കിഫ്ബി എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം. കിഫ്ബി യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് കിഫ്ബിയുടെ പേരിൽ പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ ഇവരോട് ആര് പറഞ്ഞു ഈ വികസന പ്രക്രിയ എന്ന് പറയുന്ന സംഭവം കേവലം നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് എന്ന് ആര് പറഞ്ഞു കൊടുത്തു ഇവർക്ക്? ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വീക്ഷണത്തിന് അത് നിർമ്മാണ പ്രവൃത്തികളല്ല ആദ്യമഭ്യാന്തമായ വികസനം എന്ന് പറയുന്നത്. ഈ കാർഷിക മേഖലയിൽ നാം നേരിടുന്ന തിരിച്ചടി, വിദ്യാഭ്യാസ മേഖലയിൽ നാം നേരിടുന്ന തിരിച്ചടി, ഇതിനെല്ലാം തന്നെ ഇവർ പറയുന്ന സ്കൂളുകൾ ഹൈടെക്കുകളാക്കിയിരിക്കുന്നു, ക്ലാസ് റൂമുകളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം ഫലം എന്താണ്? അതിനകത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സാധനത്തിനെയും കമ്മീഷൻ വാങ്ങുകയാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയും പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ മകളും എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണം എത്രമാത്രം വിഷ്വൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും വന്നതാണ്. ഇന്നേ വരെ ആരെങ്കിലും ഒരാൾ ചർച്ച ചെയ്തു? അത് ഒരാളും ചർച്ച ചെയ്തില്ല. ഇങ്ങനെ ചർച്ച ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു പരമമായ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഈ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ ഭാഗം ഉണ്ടാക്കി തീർത്തത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഓരോ സ്ഥാനത്ത് കൊണ്ടുപോയി നിശ്ചയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന്റെയും കൂടി ഭാഗമാണ്. അതിന്റെ ഫലമാണ് എല്ലാം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാപനങ്ങൾ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു. ഈ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും സങ്കടകരമായ ഉദാഹരണമാണ് വാസ്തവത്തിൽ KSRTC. KSRTC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമല്ലേ? ആ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് ആക്രിക്കടയിൽ പോയി തൂക്കി വിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റി തീർത്തപ്പോ ഇതിന് ഉത്തരവാദി ആര് എന്ന് പറയുന്ന ഗൗരവപരമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ആരെങ്കിലും മുടക്കുന്നുണ്ടോ? അവിടെയാണ് ഇയാളും പരിവാരങ്ങളും സഞ്ചരിക്കുന്ന, അതായത് ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളും സഞ്ചരിക്കുന്ന ഈ വാഹനത്തിന് ഡ്രൈവർക്ക് പോലും മാന്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടാവുമോ ഇവര്? ഇതുപോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പൊതുമേഖലയെ തമ്പോറാക്കി വെക്കുമ്പോഴാണ് നമ്മൾ പഴയ ഇടതുപക്ഷത്തിന്റെ പഴയ എന്താ പറയുക ബഡായിയുമായി ഇപ്പോഴും രംഗത്ത് വരുന്നത്. ആ ബഡായി ആണ് ഇവർക്ക് എല്ലാം പൊതുമേഖല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്തായി തീരുകയാണ് ശരിക്കത്? അത് സ്റ്റേറ്റ് ക്യാപിറ്റലിസമായി മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ക്യാപിറ്റലിസം. ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസം ഉണ്ടാക്കി തീർത്തതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചതോ? നമ്മുടെ കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ മേഖലയും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ നിരാലംബമായി തീർന്നതും ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന അനാവശ്യമായിരിക്കുന്ന കേന്ദ്രീകരണത്തിന്റെ ഭാഗമാണത്. അങ്ങനെ കേന്ദ്രീകരണത്തിന്റെ ഭാഗവും കൂടിയായി തീർന്നപ്പോൾ ഈ സംസ്ഥാനത്തിൽ എന്താ വാദത്തിലുള്ളത്? ഈ കേരളം വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ ഒരു ആളും കൂടി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് പുറമെ ഈ കാലത്തിൽ ഒരു മന്ത്രി കൂടി ഉണ്ടല്ലോ. ആ മന്ത്രി ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന പണം എത്രയാണ്? നിങ്ങൾ വാസ്തവത്തിൽ ഈ കിഫ്ബി ഉപയോഗിച്ച് പല ലക്ഷം കോടി ഉറുപ്പികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ നടത്തി ഇതെല്ലാം ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുമ്പോൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് വാസ്തവത്തിൽ. എന്താണെന്നറിയോ? ഇതിന്റെ മേലെ നമ്മുടെ ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വന്നിരിക്കുന്ന റിട്ടേൺസ് എത്രയാണ് എന്ന് ഈ മുഖ്യമന്ത്രിക്കും ഈ ധനകാര്യമന്ത്രിക്കും പബ്ലിക്കിനോട് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇതിന് ഒരു റിട്ടേൺസും ഇല്ല. റിട്ടേൺസ് ഇല്ലാത്ത മേഖലയെ കൊണ്ടുപോയി നിങ്ങൾ പണം നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? വിത്തെടുത്ത് കുത്തി എന്ന് മാത്രമല്ല
നാളെ വരാനിരിക്കുന്ന വലിയൊരു കടഭാരം കൂടി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ ഏൽപ്പിച്ചു വെച്ചു. അങ്ങനെ ഏൽപ്പിച്ചു വെച്ചപ്പോ നാളെ ഈ കേരളം വാസ്തവത്തിൽ ആർക്ക് വേണം? ഇവിടെയാണ് വാസ്തവത്തില് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞാണ്, കാലന് പോലും വേണ്ടാതിരിക്കുന്ന ഒരാളായി ഇയാൾ മാറുകയാണ് ചെയ്തത്. കാലന് പോലും ഇയാളെ വേണ്ട, കാലന് പോലും വേണ്ടാതിരിക്കുന്ന ഒരാളായി മാറിയപ്പോ കാലൻ ഭയപ്പെടുക എവിടെയാണെന്നറിയോ? ഇനി കാലനെങ്ങാനും ഇയാൾ കൂട്ടിപ്പോയെന്ന് വിചാരിക്കുക, ഒരു വാദത്തിന് വേണ്ടി നമ്മൾ പറയാ കൂട്ടിപ്പോയാൽ അവിടെയും ഈ കാലൻ എന്ത് ചെയ്യും? ഇയാൾ കാലന്റെ അടുത്ത് കമ്മീഷൻ വാങ്ങിക്കും. കാലന്റെ അടുത്ത് കമ്മീഷൻ വാങ്ങിച്ച് അത് മക്കൾക്ക് കൊടുക്കാനുള്ള സംവിധാനം മാത്രം ഉണ്ടാക്കി നിൽക്കുന്ന അവസ്ഥ വരുമ്പോ മറിയക്കുട്ടി ചേച്ചിയുടെ സങ്കടം ഇദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല. ഈ വിഷയമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളും ആലോചിച്ച് നോക്കിയാട്ടെ, ഈ യാത്രയുടെ അന്ത്യയാത്രയാണ് ഇത് കേട്ടോ. ഈ അന്ത്യയാത്രയിലേക്ക് ഇത് കടക്കുമ്പോ ഇത് അതിന്റെ സർവ്വ ജനാധിപത്യ വിരുദ്ധ സ്വഭാവതയും സംഹാര താണ്ഡവമാടിയിട്ടാണ് ഈ സംഹാരതാണ്ഡവമാടിയാണ് യാത്ര. ഈ സംഹാരതാണ്ഡവമാണ്. ഞാനിതിന് ഈ ജാഥ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ജനം ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഈ ജാഥ വാർത്ത കോടതി നിരോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഈ രീതിയിൽ മാത്രമേ പര്യവസാനിക്കുകയുള്ളൂ എന്ന് രാഷ്ട്രീയ ബുദ്ധി, സാമാന്യ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. കാരണം ഇത് നയിക്കുന്നയാൾക്ക് എന്തില്ലാതെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോടില്ല. ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങൾ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് പകരം എന്താണ്? മറു ചോദ്യം ചോദിച്ച് അവരെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ പരിഹസിക്കുമ്പോഴാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ആ തല്ലി ഒതുക്കി വരുമ്പോ ഇയാൾ പറയുന്ന ന്യായം എന്താ? ഇപ്പോ ഞാൻ കണ്ടിട്ടില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ എന്റെ കൺമുന്നിൽ കാണുകയല്ലേ. ഇത് മുഴുവൻ തന്നെ വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും മുമ്പിൽ ജീവിതഗന്ധിയായി സാധനം കിടക്കുകയല്ലേ. ഈ കിടക്കുന്നതാണ് ഇതുപോലെ കള്ളത്തരം മാത്രം ചെയ്ത് തിന്ന് കുടിച്ച് കൂത്താടി ധൂർത്തടിച്ച് ആളുകളെ പരിഹരിച്ച് കിടക്കുന്ന യാത്ര ചെയ്യുമ്പോൾ നിലവിളിക്കുകയാണ്, എവിടെ എന്റെ വിധവാ പെൻഷൻ? ഈ വാസ്തവത്തിൽ എന്താ പറയുക, എന്നെ പോലെ അങ്ങേയറ്റം ദുർബലമായ ആരോഗ്യമായി വാസ്തവത്തിൽ എന്ത് മാറി? കേരളത്തിലെ മുഴുവൻ സിവിൽ സപ്ലൈ സ്റ്റോറുകളും മാറിയില്ലേ? എന്നെ പോലെ ഒരു സാധനം വെറുതെ ഒരു അലമാരി മാത്രം എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് മുഴുവൻ എലി കയറി ഇറങ്ങുകയാണിപ്പോ. എലിയും അണ്ണാറക്കടനും പിന്നെ തെക്കോട്ട് വടക്കോട്ട് ഓടുന്ന സാധനം മാത്രമായി ഇതെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ മാറുമ്പോ പോലും നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഇത് പറയേണ്ടത് ആരാണ് വാസ്തവത്തില്? ഇത് പറയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളാണ്. CPIM എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് നിരവധി വർഗ ബഹുജന സംഘടനകളുണ്ടല്ലോ. ഈ വർഗ ബഹുജന സംഘടനകത്ത് ഏതെങ്കിലും ഒരാൾ അതിനകത്ത് തന്നെ ഒരു നേതാവ് നാവെടുത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു മഹാദുരന്തം ഈ കേരളത്തിലേക്ക് വരില്ലായിരുന്നു.